എല്ലാവർക്കും സ്റ്റിച്ച് വൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരിയിൽ സിക്സാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറി ത്രെഡിലാണ് ഈ സ്റ്റിച്ച് തയ്ച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിലത്തെ ലൈനിൽ നമുക്ക് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലൈനിൽ ഈ 1 ഇഞ്ച് ഗ്യാപ്പിൻ്റെ നടുക്ക് വരുന്ന പോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു പോയിൻ്റ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സിക്സാക്കായിട്ട് വരച്ച് കൊടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ മാത്രം വരച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പോയിൻ്റ് നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ചെറിയ ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ചരിച്ചിട്ട് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച്, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്. ഇങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റിച്ചിൽ തയ്ക്കേണ്ടത്. നമ്മൾ ഈ ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് നമ്മൾ തയ്ച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം നമ്മൾ തയ്ച്ചിട്ടുള്ള ലോങ് ചെയിൻ സ്റ്റിച്ച് ഇല്ലേ, അത് ഹോൾഡ് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെറിയ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മുകളിലേക്കാണ് ചരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ലോങ് ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ സിഗ്സാഗ് പാറ്റേണിൽ നമുക്ക് ഈ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഈ 2 സ്റ്റിച്ചസാണ് നമ്മൾ മെയിൻലി ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്, ലോങ് ചെയിൻ സ്റ്റിച്ച്, ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടും ഉപയോഗിക്കാം, അതേപോലെ ഔട്ട്ലൈനായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് നെക്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നെക്ക് ഡിസൈനായിട്ടും ഈവൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്ക് ഡിസൈനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സും കുന്തൻ സ്റ്റോൺസും ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ പാരലൽ ലൈൻസ് ഇല്ലേ, അവിടെ വേണമെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാം. എന്നിട്ട് നടുക്ക് നമുക്ക് ഇതേപോലെ സിഗ്സാക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സിഗ്സാക്ക് സ്റ്റിച്ചിൻ്റെ നടുക്ക് നമുക്ക് നമ്മുടെ രീതിയിലുള്ള ബീഡ്സ് ഡിസൈൻസൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഫ്രഞ്ച് നോട്ടൊക്കെ വേണമെങ്കിൽ മാച്ച് ആവുന്ന രീതിയിൽ, അതായത് ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കളേഴ്സിലെ ത്രെഡൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റിച്ചാണിത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും സ്റ്റിച്ചസ് കാണിച്ചിട്ടുണ്ടല്ലോ, ഇതിന് മുന്നേ കുറേ സ്റ്റിച്ചസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ചസിൽ ഏറ്റവും എളുപ്പമുള്ള സ്റ്റിച്ചാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ചെയിൻ സ്റ്റിച്ച്, ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ നോട്ടിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നോട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.